ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു നോമ്പ് തുറയ്ക്ക് പോയി. ദയാ ഹോസ്പിറ്റലിലെ എം കോളേജിലെ ചെയർമാനുമായ ആഫീസ് ഡോക്ടറും വൈഫും കൂടി നടത്തുന്ന ഒരു സമൂഹ നോമ്പ് തുറയുടെ സജ്ജീകരണമായിരുന്നു അവിടെ. ഇരിക്കാനെല്ലാം നല്ല വിശാലമായ സംവിധാനവും മറ്റു അനുധാരികളെല്ലാം തന്നെ നല്ല ഗ്രാൻഡായിട്ട് ഇവർ നാട്ടിലുള്ള എല്ലാ നാനാജാതി മതസ്ഥരും ഉൾപ്പെട്ടിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു. ഞങ്ങൾക്ക് പറയാൻ മാത്രം നല്ല സന്തോഷമായിരുന്നു അവിടെ വന്നപ്പോൾ ലഭിച്ച അനുഭൂതി. ജനങ്ങളായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനും എന്താണ് നോമ്പിൻ്റെ പ്രത്യേകത, അത് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ചിട്ടകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആദ്യം അവിടെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വറുത്ത പലഹാരങ്ങളും ജ്യൂസും അങ്ങനെയുള്ള പല ഐറ്റംസ് വെച്ച് ആദ്യം അവരുടെ ബാങ്ക് വിളിക്കുക അത് നമ്മൾ കഴിച്ചതിൻ്റെ ശേഷമാണ് അവരുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഇതാണ് ആഫീസ് സാറ്. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ഭാഗം കൂടിയായിരുന്നു. ഞങ്ങൾക്ക് സങ്കടങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ഒരു എന്തിനും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഡോക്ടർ അസീസ്. അദ്ദേഹത്തെ എന്നും ഞങ്ങളോടൊപ്പം കഴിയാനായിട്ട് ദൈവം കൂട്ടുനിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് ഇത്രയും ജനങ്ങൾക്ക് ഇത്രയും മനോഹരമായി ചിട്ടപ്പെടുത്തി അത് ഒരുക്കുക എന്ന് പറയുന്നത് വലിയൊരു മനസ്സ് തന്നെയാണ്. അത് ഞാൻ അദ്ദേഹത്തെ ദൈവം വാനോളം ജീവിക്കാൻ അനുമതി നൽകട്ടെ. എന്തെല്ലാം വിഭവങ്ങളായിരുന്നു, അതിന് തന്നെ എല്ലാതരം വിഭവങ്ങളും വെച്ചിട്ടുള്ള നോമ്പ് തുറയും. അത് കഴിഞ്ഞ് എന്തൊക്കെ വേണോ, അതായത് ചിക്കനും മട്ടനും ബീഫും ഷവായും എല്ലാം ഒക്കെ ലൈവായിട്ടുണ്ടാക്കി വിതരണം ചെയ്തത് ആദ്യമായിട്ട് കാണും. ഇത്രയും വലിയൊരു സമൂഹ നോമ്പ് തുറയിൽ ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതിൻ്റെ അനുഭൂതി എങ്ങനെയാണെന്ന് എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അത്രയ്ക്കും നല്ല മനോഹാരിത നിറഞ്ഞതായിരുന്നു. എന്തായാലും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ അനിയത്തിയും കൂടിയാണ് എന്നെയും കൊണ്ടുപോയി അതിന് ബന്ധപ്പെടാനുള്ള ഒരു വേദിയും കൂടി ഒരുക്കി തന്നത്. അതുകൊണ്ട് അവൾക്കും പ്രത്യേക താങ്ക്സ് പറയുന്നു. എൻ്റെ മക്കളും ഉണ്ടായിരുന്നു, അവർക്കും നല്ല രസമായിരുന്നു. അവരും നല്ല എൻജോയ് ചെയ്തു. എന്തായാലും നമുക്ക് ഇത് എന്നേക്കും ഓർക്കാനായിട്ട് നല്ലൊരു ജനങ്ങൾക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പ്രകൃതി സുന്ദരമായ കാഴ്ചയാണ് അരങ്ങേറിയത്. അതുകൊണ്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഇനിയും എല്ലാ കൊല്ലവും ഇത്തരം സമൂഹ നോമ്പ് തുറ സംഘടിപ്പിച്ച് ഞങ്ങളെല്ലാവരും പങ്കെടുക്കാനും ഉള്ള ആയുസ്സും ആരോഗ്യവും എല്ലാവർക്കും ലഭിക്കും.